അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ട് 13,300 കോടി രൂപയുടെ പാവ വിറ്റ് വരുമാനം നേടിയൊരു കമ്പനിയെ കുറിച്ച്. ആ പാവയുടെ പേരാണ് ലുബുബു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഈ ലുബുബു എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് വന്നതെന്നും അതെങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെ പുറകിൽ ആരാണെന്നും അതെങ്ങനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ലുബുബു എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടുന്ന് വന്ന് നോക്കാം. ഈ പാവയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടർ ഇവിടുന്ന് വന്ന് നോക്കണം. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അതായത് ഹോങ്കോങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കാസിങ് ലെങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത്. പുള്ളിയുടെ ഒരു ഇല്ലുസ്ട്രേറ്റഡ് ബുക്ക് സീരീസ് ആയിട്ടുള്ള ദ മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഇത് ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ലുബുബുവിനെ കുറിച്ച് പരാമർശിക്കുന്നത്. 2015 ഈ ക്യാരക്ടർ ഈ കാസിങ് ലെങ് എന്ന് പറയുന്ന ആൾ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും കാസിങ് ലെങ് മാത്രമാണോ ഇതിൻ്റെ സൃഷ്ടാവ്? ഒരിക്കലുമല്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 2015 പകരം നമ്മൾ കാലങ്ങൾ പുറകോട്ട് പോകണം. അതായത് ഏകദേശം നമ്മുടെ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് സമയത്ത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരു ഫെയറി ടെയിലാണ് ഇത്. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നെതർലാൻഡ്സിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. നെതർലാൻഡ്സിൽ പണ്ട് കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികളോട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഫെയറി ടെയിലിന്നാണ് ഈ ലുബുബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്പായി വരുന്നത്. എന്നിരുന്നാലും ഇത് കാസിങ് ലെങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ കഥകളൊക്കെ കേട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ബുക്ക് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്യാരക്ടർ ആയിട്ട് പുള്ളി ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് ഈ ലുബുബു എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യമായിട്ട് ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നിരുന്നാലും കാസിങ് ലെങ് എന്ന് പറയുന്ന ഈ ഹോങ്കോങ് ആർട്ടിസ്റ്റ് ഇത് നോർഡിക് മിത്തോളജിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അന്നത് വെറും നമ്മുടെ ഇല്ലുസ്ട്രേഷൻ ബുക്കിലെ ഒരു ക്യാരക്ടർ മാത്രമായിട്ടാണ് ലോകം മൊത്തം അറിഞ്ഞത്. എന്നിരുന്നാലും ഇത് ഇന്നിപ്പോൾ ചർച്ചാ വിഷയമാവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ വാങ്നിങ് എന്ന് പറയുന്ന ഒരു ചൈനയിലെ ഒരു ചെറുപ്പക്കാരാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി ആയിട്ടുള്ള പോപ്പ് മാർട്ടാണ് ഈ പറയുന്ന ലുബുബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു ടോയ് ഉണ്ടാക്കുന്നത്, ലുബുബു ടോയ്. അതായത് ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 2019 ഇത് ഉണ്ടാക്കിയിട്ട് ഒരു വർഷത്തോളം അത് കെട്ടിക്കിടന്നു. ഫാക്ടറികളിലും മറ്റ് ഔട്ട്ലെറ്റുകളുമായിട്ട് ഇത് ഏകദേശം ഒരു വർഷത്തോളം ഒരു പീസ് പോലും വിറ്റഴിക്കാൻ പറ്റാണ്ട് കെട്ടിക്കിടന്നു. അപ്പോൾ ഇത് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് അത് ഒരു ദിവസം 13,300 കോടി രൂപ ഉണ്ടാക്കിയെങ്കിൽ അദ്ദേഹം വെയിറ്റ് ചെയ്ത് എത്ര കാലഘട്ടമാണ് അറിയോ? ഏകദേശം 6 വർഷത്തോളം അദ്ദേഹം വെയിറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ഇന്നൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് നിങ്ങളൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. നിങ്ങൾ അതിൻ്റെ ചുറ്റും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അല്പസമയം എടുക്കും, പക്ഷേ അതിൻ്റെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. ഈ ചൈനീസ് കമ്പനിയുടെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിനെ കുറിച്ച് നമുക്ക് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഒരു പുതിയൊരു ബ്രാൻഡായിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ശുദ്ധ് സ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു കമ്പനിയുണ്ട്. അത് ബീഹാറിലെ 2 കൗമാരക്കാർ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ശുദ്ധ് സ്വാദ് എന്ന് പറയുന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ബീഹാറിലെ 2 കൗമാരക്കാരായിട്ടുള്ള 2 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ്. അതായത് അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ ട്രഡീഷണലായിട്ട് അവർ ബിൽഡ് ചെയ്ത് അവരുടെ പേരൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു തേക്കുവ എന്ന് പറയുന്ന ഒരു മിഠായി, അതായത് ഒരു സ്വീറ്റിൽ നിന്നാണ് അവരെന്ത് ചെയ്തേക്കുന്നത് ഈ ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. അതൊരു ട്രഡീഷണൽ പ്ലസ് മോഡേൺ കൾച്ചർ ആഡ് ചെയ്ത് അതിനൊരു ബ്രാൻഡാക്കി അവർ ശുദ്ധ് സ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബ്രാൻഡിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 1 കോടി രൂപയാണ്. 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പം ഈ സ്റ്റോറികളെല്ലാം നമ്മളോട് പറയുന്നത് നമുക്ക് എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ലൈഫിൽ. ഈ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ബിസിനസ്സുകളായിരിക്കാം, നിങ്ങളൊരു ഓൺട്രപ്രണർ ആയിരിക്കാം. സോ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് വരില്ലായിരിക്കും, പക്ഷേ ഇത് ഗ്രാജ്വലി നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ 1-2 വർഷം അതിൻ്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 സ്റ്റോറിയിൽ നിന്നും, ഈ സ്റ്റോറിയല്ല റിയൽ ഇൻസിഡൻറ്റിൽ നിന്നും നമുക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും, യങ്സ്റ്റേഴ്സ് എന്നല്ല എല്ലാ ബിസിനസ്സിൽ ചെയ്യുന്ന ആളുകൾക്കും, എല്ലാ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും, അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നിങ്ങൾ ഇന്ന് കഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്ക് നാളെ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫലം ലഭിക്കും. അത് ചിലപ്പോൾ 1 അല്ല 10 അല്ല 10 മടങ്ങായിരിക്കും. നമുക്കതൊരിക്കലും നമുക്ക് കൗണ്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.